ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്വസ്റ്റ് ഫോർ ലേൺ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കുറച്ച് കോമൺ ആയിട്ടുള്ള പോയറ്റിക് ഡിവൈസസ് ആണ്. പൊതുവെ എക്സാമിനൊക്കെ 2 or 3 ലൈൻസ് തന്നിട്ട് ഐഡൻറ്റിഫൈ ദ എക്സ്പ്രഷൻ യൂസ്ഡ് ഇൻ ഗിവൻ ലൈൻസ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് സിമിലി. സിമിലി എങ്ങനെ കണ്ടെത്താം? ഒരു ലൈനിൽ ആസോ ലൈക്കോ വന്നിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്താണ്? സിമിലിക്ക് എക്സാമ്പിളാണ്. ഫോർ എക്സാമ്പിൾ, ഹീസ് ലൈക്ക് എ ലൈൻ, അവനൊരു ലൈനിനെ പോലെയാണ്. ആസ് ബ്രേവ് ആസ് എലിഫൻറ്റ്, എലിഫൻറ്റിനെ പോലെ ധൈര്യശാലിയാണ്. ആസോ ലൈക്കോ വന്ന് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? അത് സിമിലിക്ക് എക്സാമ്പിളാണ്. ദെൻ മെറ്റഫർ എന്ന് പറയുന്നത് എന്താ? ഡയറക്റ്റ് കമ്പാരിസൺ ആണ്. ഹെർ സ്മൈൽ ഈസ് സൺഷൈൻ, അവളുടെ സ്മൈൽ എന്താണ്? സൺഷൈൻ. അപ്പോൾ അതൊരു ഡയറക്റ്റ് കമ്പാരിസൺ ആണ്. സിമിലി ആസും ലൈക്കും വന്ന് കമ്പയർ ചെയ്യുക, മെറ്റഫർ എന്താണ്? ഡയറക്റ്റ് കമ്പാരിസൺ ചെയ്യുക. ദെൻ തേർഡ് വൺ ഈസ് പേഴ്സണിഫിക്കേഷൻ. പേഴ്സണിഫിക്കേഷൻ എങ്ങനെയാണ്? ഒരു ഹ്യൂമൻ ക്വാളിറ്റീനെ നോൺ തിങ്സിനോട് എന്താണ് കമ്പയർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഡെത്ത് ലൈസ് ഈസ് ഐസി ഹാൻഡ് ഓൺ കിങ്സ്. എന്താ? ഡെത്തിന് ഐസി ഹാൻഡ് ഉണ്ടോ? ശരി, ഇല്ലല്ലോ. അപ്പോൾ ഡെത്തിന് ഐസി ഹാൻഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും അതെന്താണ്? ഒരു പേഴ്സൻ്റെ ക്വാളിറ്റിയാണ്. അപ്പോൾ അതിനോട് കമ്പയർ ചെയ്യുക. ദെൻ പൺസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഒരു ആർട്ടിഫിഷ്യൽ വേർഡാണ്. റൈറ്റേഴ്സ് തൊട്ടുമുകളിലെ വേർഡിന് റിലേറ്റീവ് ആവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ വേർഡ്സാണ് എന്താണ്? പൺസ്, ഒരു ജോക്കിന് വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ, ഹോപ്പ്, ഹോപ്പൺ.